CPIഎമ്മിന് അനഭിമതനായി മാറിക്കഴിഞ്ഞ നിലമ്പൂർ MLA PV അൻവർ CPഎമ്മുമായുള്ള ബാന്ധവം അവസാനിപ്പിച്ച ശേഷം തൻ്റെ ശക്തി തെളിയിക്കാൻ വേണ്ടി നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ വലിയ പൊതുയോഗം സംഘടിപ്പിച്ചു. അതിനെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണമാണ് പല കോണുകളിൽ നിന്നും ഉണ്ടായത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, മലപ്പുറം ചന്തക്കുന്നിൽ കുന്നിൻ മുകളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 300 കസേരകൾ മാത്രമേ ഇട്ടിരുന്നു എങ്കിലും അവിടെ PV അൻവറിനെ കേൾക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ എത്തി. അതിൻ്റെ ദൃശ്യങ്ങൾ, വീഡിയോകൾ, ഇമേജുകളൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആൾക്കൂട്ടം വന്നില്ല എന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. നല്ല രീതിയിൽ ആൾക്കൂട്ടം ചന്തക്കുന്നിൽ PV അൻവറിൻ്റെ 2.5 മണിക്കൂറോളം നീണ്ട പ്രസംഗം കേൾക്കാനും കാണാനും എത്തി എന്നത് സത്യമാണ്. ഇനി ഈ വന്നവരെല്ലാം PV അൻവറിൻ്റെ പിന്തുണക്കാരാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഞങ്ങൾ അങ്ങനെ പറയാനും ഉദ്ദേശിക്കുന്നില്ല. അൻവറിനെ കാണാനും കേൾക്കാനും, അൻവറിനെ അനുകൂലിക്കുന്നവരും അൻവറിനെ ഇപ്പോൾ എതിർക്കുന്ന CPM പ്രവർത്തകരും, അതേപോലെ ലീഗിൻ്റെ പ്രവർത്തകരും, അതേപോലെ BJPക്കാരും UDFകാരും കോൺഗ്രസ്സുകാരുൾപ്പെടെ ഒക്കെ അവിടെ വന്നിട്ടുണ്ടാവും. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം വേരോട്ടമുള്ള മണ്ണാണ് മലപ്പുറം, ഇടത് വലത് മുന്നണികളിൽപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾക്ക്. അപ്പോൾ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കീഴിൽ ഉള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അതേപോലെ ADGP അജിത് കുമാറിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കടന്നാക്രമിക്കുന്ന പ്രസംഗമാണ് PV അൻവർ നടത്തിയത്. ചില സൂചനകളും PV അൻവർ മുന്നോട്ട് വച്ചു. തൻ്റെ അടുത്ത രാഷ്ട്രീയ രീതി, ഭാവി എവിടേക്കാണ് എന്ന രൂപത്തിൽ പുതിയ പാർട്ടി ഉണ്ടാക്കണോ, ലീഗിലേക്ക് പോകണോ, അതോ പഴയ കോൺഗ്രസ്സുകാരനായ താൻ കോൺഗ്രസ്സിലേക്ക് മടങ്ങിപ്പോണോ, എന്തായാലും ഇനി CPഎമ്മിൻ്റെ കുടയ്ക്ക് കീഴിലേക്ക് ഇല്ല എന്ന് അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. CPIഎം ഒഴിച്ച്, ഇടതുപക്ഷം ഒഴിച്ച് വേറെ ഏത് രാഷ്ട്രീയ നീക്കത്തിനും താൻ വൈകാതെ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് എങ്ങനെ വേണം എന്നത് ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യും, വേണമെങ്കിൽ സർവേ നടത്തും, ജനങ്ങളുടെ അഭിപ്രായം തേടും, തന്നെ പിന്തുണയ്ക്കുന്നവരുടെ അഭിപ്രായം തേടിയിട്ട് അടുത്ത രാഷ്ട്രീയ നീക്കം നടത്തും എന്നാണ് അൻവർ സൂചിപ്പിച്ചത്. എന്തായാലും അൻവർ വെറുതെ ഇരിക്കില്ല എന്ന് നമുക്ക് ഊഹിക്കാം. ഒരുപക്ഷെ അൻവർ ലീഗിലേക്ക് പോകാം, അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക് പോകാം, അല്ലെങ്കിൽ അൻവർ ഒരു ജനകീയ മുന്നണി ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് വരാം. അത്തരം സൂചനകളും അദ്ദേഹം ഇന്നലത്തെ പ്രസംഗത്തിൽ നൽകിയിട്ടുണ്ട്. ജനങ്ങൾ ഒന്നാകെ ഒരു പാർട്ടിയായിട്ട് വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ അദ്ദേഹം അൻവർ പറഞ്ഞു. അപ്പോൾ അൻവർ തൻ്റെ തട്ടകമായ നിലമ്പൂരും മലപ്പുറത്തും തൻ്റെതായ സാന്നിധ്യം തെളിയിക്കാനാണ് ശ്രമിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIഎം. ആ CPIഎമ്മിൻ്റെ തലപ്പത്തിരിക്കുന്ന, ആ CPM എന്ന പ്രസ്ഥാനം നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തലവനെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി പുറത്തു വന്ന ഒരു ഇടതുപക്ഷ സ്വതന്ത്ര MLA ആയ PV അൻവർ വളരെ വലിയ ഒരു സാഹസമാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വലിയ സമ്മേളന കാലഘട്ടത്തിലൂടെയാണ് CPIഎം ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ PV അൻവർ പാർട്ടിക്കെതിരായി മാറിയതിനു ശേഷമുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ PV അൻവർക്കെതിരെ കടന്നാക്രമണം പല ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഉയരുന്നുണ്ട്. അൻവർ പോലീസ് സേനയിൽ ഉണ്ടായിട്ടുള്ള അപജയത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും സ്വജനപക്ഷപാതത്തെക്കുറിച്ചും സംഘപരിവാറിലെ പലരുമായിട്ടും പോലീസിൻ്റെ തലപ്പത്ത് പലർക്കുമുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഉന്നയിച്ച കാര്യങ്ങൾ അത് തികച്ചും തള്ളിക്കളയാൻ CPഎമ്മിന് കേഡർക്കോ പ്രവർത്തകർക്കോ സമ്മേളനങ്ങൾക്കോ സാധിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെയുണ്ട്. ആകെ അതിനകത്ത് എടുക്കുന്ന നിലപാട്, ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ എടുക്കുന്ന നിലപാട്, മുകളിലേക്ക് ആ നിലപാട് തന്നെ വരും.
കുറ്റം ചെയ്ത ഏതൊരാളും രക്ഷപ്പെടില്ല. അന്വേഷണം നടക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ, അതിന് സാവകാശം കൊടുക്കണ്ടേ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അല്ലെ ആഭ്യന്തര വകുപ്പിനും കൊടുക്കണ്ടേ? എന്തിനാണ് ഇത്ര തിടുക്കം കൂട്ടി PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയി ഓരോന്നും വിളിച്ചു പറഞ്ഞ് പാർട്ടിയെയും ഗവൺമെന്റിനെയും പ്രതിരോധത്തിലാക്കിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് സമ്മേളനങ്ങളിൽ ഉയരുന്നത്. പക്ഷെ അൻവർ ഇന്നലെ ചന്തക്കുന്നിൽ മലപ്പുറത്തായി പറഞ്ഞ മറുപടിയിൽ വ്യക്തമാക്കിയത്, ഞാൻ ഈ പരാതികൾ കൊടുത്തിട്ട് 1, 2, 3, 4 ദിവസമല്ല, മാസങ്ങൾക്ക് മുമ്പേ കൊടുത്തതാണ്, പലതവണ ഉന്നയിച്ചതാണ്, ഒരു നടപടിയും ഉണ്ടായില്ല, മാസങ്ങളോളം കാത്തിരുന്നു, ഒച്ചിഴയുന്ന പോലെ അന്വേഷണം നടക്കുന്നു പല സംഭവങ്ങളിലും, പിന്നെ താൻ എന്ത് ചെയ്യണം, അവസാനം ഗതികെട്ടപ്പോൾ ഞാൻ വിളിച്ചു പറയേണ്ടി വന്നു മാധ്യമങ്ങളോട് അല്ലെ പുറത്ത് എന്ന് അൻവർ അതിനെ പ്രതിരോധിക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു സത്യം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇനി അത് അടിസ്ഥാനരഹിതമാണെങ്കിൽ അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്ന് ജനങ്ങളുടെ മുമ്പാകെ അത് വയ്ക്കേണ്ടതുണ്ട് ഗവൺമെൻറ്റിന്, പിണറായി സർക്കാരിന്. എങ്കിൽ മാത്രമേ പിണറായി സർക്കാരിനെ കുറിച്ചും പോലീസിനെ കുറിച്ചും സംഘപരിവാർ ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ജനങ്ങളുടെ സംശയങ്ങൾ തീരുകയുള്ളൂ. അത്തരം നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ PV അൻവർ ലക്ഷ്യം വയ്ക്കുന്നത് തൻ്റെ ജനപിന്തുണ തെളിയിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും CPIM-ൽ നിന്നും വലിയ വലിയ നേതാക്കൾ പുറത്തു പോയെങ്കിൽ അവർക്കാർക്കും ദീർഘകാലം രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് സുരഭിലമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. നമുക്കറിയാം, 2 പേരുകൾ നേതാക്കളെ മാത്രം എടുത്താലും മതി. ഒന്ന് സാക്ഷാൽ ഗൗരിയമ്മ, 2 തീപ്പരി നേതാവായിരുന്ന MP രാഘവൻ, MER. ഇവർ 2 പേരും പാർട്ടി വിട്ടുപോയി വേറെ പാർട്ടി രൂപീകരിച്ചെങ്കിലും ദീർഘനാൾ കഴിയുമ്പോഴേക്ക് അവരുടെ പാർട്ടിയുടെ ശക്തി ക്ഷയിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അവസാനം അവർ CPM-ലേക്ക് തിരിച്ചു വന്നതൊക്കെ നമുക്കറിയാം, ഗൗരിയമ്മയും MP രാഘവനും. PV അൻവറിൻ്റെ കേസ് വ്യത്യസ്തമാണ്. അദ്ദേഹം ഒരിക്കലും പാർട്ടി അംഗമായി നിന്നിട്ടില്ല, പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കാനാവില്ല. അദ്ദേഹം LDF-ൻ്റെ നിയമസഭാ കക്ഷിയിലെ അംഗമായ ഒരു MLA മാത്രമാണ്, ഇടതുപക്ഷ സ്വതന്ത്ര MLA. അപ്പോൾ പാർട്ടിക്ക് വേറെ നടപടിയൊന്നും എടുക്കാൻ സാധിക്കും. ഇവിടെ അൻവറിൻ്റെ വഴി ഗൗരിയമ്മയുടെയോ MBR-ൻ്റെയോ വഴി പോലെ സമാനമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. അൻവർ ലക്ഷ്യം വയ്ക്കുന്നത് മലപ്പുറത്ത് താനൊരു ശക്തിയാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ്. അപ്പം മലബാറിൽ തന്നെ അങ്ങനെ അവഗണിക്കാനാവില്ല എന്ന ഒരു പൊളിറ്റിക്കൽ സമവാക്യം ഉണ്ടാക്കിയെടുക്കാനാണ് PV അൻവർ ശ്രമിക്കുന്നത്. അതിന് ഇപ്പോൾ CPIM-നുമായിട്ട് ചേർന്ന് സഹകരിക്കുമ്പോഴും അതൃപ്തി പുലർത്തുന്ന ചില മുസ്ലിം സമുദായ നേതാക്കളെ, ഡോക്ടർ KT ജലീലിനെ പോലെ ഉള്ളവരെ കൂടെ നിർത്താൻ, കാരാട്ട് റസാഖിനെ പോലുള്ളവരെ, അങ്ങനെയുള്ളവരെയൊക്കെ കൂടെ നിർത്താൻ PV അൻവർ ശ്രമിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ CPM-ന് ഒരു കാലത്ത് മലപ്പുറത്ത് അല്ലെ മുസ്ലിം ബെൽറ്റിൽ ഉണ്ടാക്കിയെടുത്ത ആനുകൂല്യങ്ങൾ, പിന്തുണ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമങ്ങൾ PV അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെയാണ് പാർട്ടി പ്രതിരോധിക്കേണ്ടി വരിക എന്നുള്ളതും. പക്ഷേ ഈ പ്രതിരോധത്തിന് ഏറ്റവും അടിസ്ഥാനമായി നിൽക്കേണ്ടത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലൊക്കെ ഒരു വ്യക്തത കൊണ്ടുവരാൻ, അതിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പിണറായി സർക്കാരിനും ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് CPIM-നും ബാധ്യത ഉണ്ട്, ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഇവിടെ ഒരു ക്ലീൻ ഇമേജുമായിട്ട് മുന്നോട്ട് വരേണ്ടത് പിണറായി സർക്കാർ തന്നെയാണ്. അൻവർ ഉന്നയിച്ച ആരോപണം അൻവറിൻ്റെ ആരോപണങ്ങൾ മാത്രമാണ്. അതിലൊരു വസ്തുതയുമില്ല എന്ന് തെളിയിക്കേണ്ടുന്ന ബാധ്യത, ഉത്തരവാദിത്വം ഇവിടുത്തെ രണ്ടാം പിണറായി സർക്കാരിനുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഈ കാലയളവിൽ.